ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് എന്താണ് നോക്കാൻ പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വീടുകളിലേക്ക് ആവശ്യമായ വെസൽ ഫിൽട്രേഷൻ, അതായത് ടോട്ടൽ ഫിൽട്രേഷൻ എന്ന് പറയും. നമ്മുടെ ടാങ്കിലേക്ക് പോകുന്ന വെള്ളം ഫിൽട്ടർ ചെയ്യുന്ന ഒരു സംവിധാനമാണ് വെസൽ ഫിൽട്രേഷൻ. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹോൾസെയിലർ ഹബ്ബിലാണ്. മെറ്റീരിയൽ കളക്ട് ചെയ്യാൻ വേണ്ടിയാണ് പോയിരിക്കുന്നത് അവിടേക്ക്. നമുക്ക് വെസൽ ഫിൽട്രേഷൻ ആവശ്യമുള്ള മെറ്റീരിയൽസ് എല്ലാം കളക്ട് ചെയ്തിട്ട് നേരെ കസ്റ്റമറിൻ്റെ വീട്ടിലേക്ക് പോവേണ്ടതുണ്ട്. അതിന് മുമ്പ് നമുക്ക് കുറച്ച് പ്ലംബിങ്ങും കൂടി വാങ്ങേണ്ടതുണ്ട്. അപ്പോൾ ടൗണിൽ കൂടി തന്നെ പോകണം. അപ്പോൾ അടുത്ത് നമ്മൾ നേരെ പ്ലംബിങ് മെറ്റീരിയൽ വാങ്ങാനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കടയിൽ നിർത്തിയിട്ടുണ്ട്. അവിടെ നമ്മൾ നേരത്തെ തന്നെ ഓർഡർ കൊടുത്ത് വെച്ചുകൊണ്ട് അധികം വൈകാതെ തന്നെ മെറ്റീരിയൽ എല്ലാം കിട്ടി. അപ്പോൾ കളക്ട് ചെയ്തിട്ട് നേരെ ഇനി പോകേണ്ടത് നമുക്ക് കസ്റ്റമറുടെ വീട്ടിലേക്കാണ് പോകേണ്ടത്. നമ്മൾ ഇൻസ്റ്റലേഷൻ ചെയ്യാൻ പോകുന്നത് കിണാശ്ശേരിയിലെ ഒരു കസ്റ്റമറുടെ വീട്ടിലാണ്. ഏകദേശം വീടെത്താനായി. ഇനി ബാക്കി അവിടെ പോയി നോക്കാം നമുക്ക്. ഇപ്പോൾ നമ്മൾ ആദ്യം ആയിട്ട് ചെയ്യേണ്ടത്, നമ്മുടെ വെസലിൽ മൾട്ടിപോർട്ട് വാൾവ് ഉണ്ടാവും. വാൾവിൻ്റെ അതിൽ 2 ഫിൽറ്റർ ഉണ്ടാവും, ടോപ്പ് സ്ട്രൈനറും ബോട്ടം സ്ട്രൈനറും. അപ്പോൾ രണ്ടിലും നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ നമ്മൾ PVC പോയിട്ട് ആ ബോട്ടം സ്ട്രൈനർ കണക്ട് ചെയ്യണം. അപ്പോൾ സോൾവെൻറ്റ് വെച്ചിട്ട് അത് ഒട്ടിക്കണം. എന്നിട്ടാണ് ആ റൈസർ ട്യൂബിന് നമ്മുടെ സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് ഇറക്കണം. അത് കഴിഞ്ഞിട്ട് മെറ്റീരിയൽ ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മൾട്ടിപോർട്ട് വാൾവ് പറയുമ്പോൾ നമ്മുടെ വെസലിലേക്ക് വരുന്ന വാൾവ്, മെയിൻ വാൾവ്, അതാണ്. അതിലാണ് ഈ ഫിൽട്ടർ ഓപ്ഷനും ബാക്ക് വാഷും റിൻസും എല്ലാം അതിലാണ് ഉള്ളത്. പിന്നെ നമ്മൾ റൈസർ ട്യൂബ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഉണങ്ങാനുള്ള ഒരു ടൈം കൊടുക്കണം. അത് ഫിക്സ് ആകാനുള്ള ഒരു ടൈം കൊടുത്തു കഴിഞ്ഞിട്ട് നേരെ സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് അതിനെ ഫിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മളെ മെറ്റീരിയൽ ഫില്ല് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യം വന്നിട്ട് സൈലക്സ് പറഞ്ഞ മെറ്റീരിയലാണ് നമ്മൾ ഉപയോഗിക്കുക. അതൊരു ബെഡായിട്ട് ബോട്ടം സ്ട്രൈനർ മുങ്ങുന്ന വരെ, അതായത് അതിൻ്റെ ബോട്ടം സ്ട്രൈനറിന് അത് ഫില്ലാകണ വരെ ഒരു ബെഡായിട്ട് അത് ഇട്ട് കൊടുക്കും. അത് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സൈലക്സ് എന്താണ്, 4mm സാൻഡ് എന്താണ്, കോഴ്സ് സാൻഡ് എന്താണ്, ഫൈൻ സാൻഡ് എന്താണ്, അതായത് കാർബൺ, കാറ്റലോക്സ്, MnO2, ആന്ത്രസൈറ്റ്, അങ്ങനെ കുറേ മെറ്റീരിയൽസ് ഉണ്ട്. റെസിൻ മീഡിയ എന്നൊക്കെ പറയും. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്താം. അപ്പോൾ ബേസിക്കായിട്ട് ഇതെല്ലാം പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മെറ്റീരിയൽസ് എല്ലാം പരിചയപ്പെടുത്തി തരാം. നമ്മളിതെല്ലാം മെറ്റീരിയലൊക്കെ ഫില്ല് ചെയ്യണത് നമ്മുടെ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് അനുസരിച്ചിട്ട് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ മെറ്റീരിയലൊക്കെ ഫില്ല് ചെയ്യണത്. അപ്പോൾ ആ പ്രശ്നങ്ങൾ എങ്ങനെ അറിയും ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വെള്ളത്തിൻ്റെ ലാബിൽ ടെസ്റ്റിന് കൊടുക്കും. ആ ടെസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഫിൽട്രേഷൻ വെക്കാൻ എന്തൊക്കെ മെറ്റീരിയൽ വേണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ലാബിൽ കറക്റ്റായിട്ട് പ്രോപ്പർ റിസൾട്ട് കിട്ടണമെങ്കിൽ ലാബിൽ കൊടുത്തിട്ട് അതിനനുസരിച്ചിട്ടാണ് മെറ്റീരിയൽ ഫില്ല് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അയൺ റിമൂവറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ചളി കൂടുതലായതുകൊണ്ട് നമ്മുടെ അയണിൻ്റെ കണ്ടൻസ് കൂടുതലാണ്. അപ്പോൾ അതിനുള്ള മെറ്റീരിയൽസാണ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണോ അത് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് മെറ്റീരിയൽ കൂടിയും കുറഞ്ഞും ഇരിക്കും. ഇപ്പോൾ അയൺ റിമൂവർ ആകുമ്പോൾ ഒരു മെറ്റീരിയലായിരിക്കും, പിന്നെ കാർബൺ ഫിൽറ്റർ ആകുമ്പോൾ ഒരു മെറ്റീരിയലായിരിക്കും, സോഫ്റ്റ്നർ ആകുമ്പോൾ വേറൊരു മെറ്റീരിയലായിരിക്കും, സാൻഡ് ഫിൽറ്റർ ആകുമ്പോൾ വേറെ മെറ്റീരിയലായിരിക്കും. പിന്നെ അതിൻ്റെ വെള്ളത്തിൻ്റെ കണ്ടൻസ് ചിലപ്പോൾ അയൺ ഒരുപാടുണ്ടെങ്കിൽ മെറ്റീരിയൽ കൂടുതൽ ആഡ് ചെയ്യേണ്ടി വരും. ഇതിൻ്റെ വേറെ സൈസ് വെസൽ ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ സൈലക്സ് പറഞ്ഞ മെറ്റീരിയൽ നമ്മളൊരു 50 കിലോൻ്റെ ബാഗാണ് ഉള്ളത്. 50 കിലോൻ്റെ ബാഗിൽ നമ്മളൊരു
ഏകദേശം ഒരു പകുതിയോളം അതിൽ ആഡ് ചെയ്യണം. സൈലക്സ് മെറ്റീരിയൽ ഒരു പകുതിയോളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ MnO2 പറഞ്ഞൊരു മെറ്റീരിയൽ ഉണ്ട്, MnO2 അത് ആഡ് ചെയ്യണം. അതിൽ കുറച്ച് പൊടികളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിനെ ഈ ചാക്കിൽ നിലത്ത് കൊട്ടിയിട്ട് അതിന്ന് പൊടിയൊന്ന് വേർതിരിച്ചെടുക്കണം, അല്ലെങ്കിൽ അതിൽ ഫുള്ളായിട്ട് പൊടിയായിട്ട് ബ്ലോക്കാവും. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ കംപ്ലൈൻ്റ് ആകാൻ നിറയെ ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ അതിനെ പൊടീനെയൊക്കെ റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ MnO2 മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. പിന്നെ ഈ MnO2 പറയുന്നത് അയണിൻ്റെ കണ്ടൻസിനെ വേർതിരിച്ചെടുക്കാനുള്ള ഒരു മെറ്റീരിയലാണ്. അയണിൻ്റെ കണ്ടൻസിനൊക്കെ പിടിക്കും. ഇതിൽ ഹെവി മെറ്റീരിയലാണ്. അതുകൊണ്ട് അതിൽ ഒരു ബാഗ് 25 കിലോൻ്റെ ഒരു ബാഗാണ് വരിക. അത് ഫുള്ളായിട്ട് നമ്മൾ അതിൽ ഫില്ല് ചെയ്യും സിലിണ്ടറിൽ. അപ്പോൾ ഒരു ഏകദേശം ഒരു 35% സിലിണ്ടറിൽ നിറയും മെറ്റീരിയൽ. അത് കഴിഞ്ഞിട്ട് ഒരു 4 ടൈപ്പ് വേറെ മെറ്റീരിയൽ ഉണ്ട് സാൻഡുകൾ. 4mm സാൻഡ്, കോഴ്സ് സാൻഡ്, ഫൈൻ സാൻഡ്. ഇതും കൂടി അതിൽ ആഡ് ചെയ്യാനുണ്ട് അതിൽ. പിന്നെ ഈ വെസലിൻ്റെ സൈസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 1354 ഇതിൻ്റെ സൈസ്. അതായത് 13 സെൻറ്റിമീറ്റർ ഡയയും 54 സെൻറ്റിമീറ്റർ ഹൈറ്റുമാണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ കപ്പാസിറ്റി വോള്യം പറയണത് 104 ലിറ്ററാണ് ഇതിൻ്റെ വോള്യം. അതിൽ കപ്പാസിറ്റി നമ്മളത് ഏകദേശം ഒരു 65% മെറ്റീരിയൽ ഫില്ലാകും. 65% തൊട്ട് 70% വരെ ഫില്ല് ചെയ്യാം. ബാക്കിയുള്ള സ്പേസ് വന്നിട്ട് സിലിണ്ടറിൽ അഴുക്ക് പിടിക്കാനും വെള്ളം സർക്കുലേഷൻ ആകാനുള്ള സ്പേസാണ് ബാക്കിയുള്ള ഒരു ഈ 35% എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ അഴുക്ക് പിടിക്കുന്ന അഴുക്ക് ഒരു 35%-ത്തിലാണ് നിൽക്കുക. ഈ അഴുക്കുകൾ ആ ഒരു സ്പേസിലാണ് നിൽക്കുക. അപ്പോൾ നമ്മളൊരാഴ്ചയിൽ കസ്റ്റമറിന് തന്നെ ഒരു സർവീസ് ഉണ്ടാവും. ബാക്ക് വാഷ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഈ മൾട്ടിപോട്ട് വാൾവ് തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്, ബാക്ക് വാഷ്, ബി വാഷ് എന്നൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ആ ഒരു മോട്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാക്ക് വാഷിലെ ഈ അഴുക്ക് കുടുങ്ങിക്കിടക്കുന്ന അഴുക്കെല്ലാം നമ്മുടെ ഒരു ഡ്രെയിൻ പൈപ്പിലൂടെ എല്ലാം പുറത്ത് റിമൂവായി പോകുന്നത് കാണാൻ പറ്റും. സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഈ ഒരു ബാക്ക് വാഷ് സർവീസ് തന്നെ ഉള്ളത്. പിന്നെ ഈ റെസിൻ ഫിൽറ്റർ വയ്ക്കുമ്പോൾ റെസിൻ ഫിൽറ്ററിലാണ് ഒരു സർവീസ് ഉള്ളത്. ഉപ്പ് റീജനറേഷൻ ചെയ്യേണ്ടി വരും. സോൾട്ട് റീജനറേഷൻ, അതായത് സാധാ ഉപ്പ്, കല്ലുപ്പ്, നോൺ അയണൈസ്ഡ് ഉപ്പ് ഒരു 5 കിലോ 20 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മുടെ ഈ സോഫ്റ്റ്നറിൽ ഒരു ഓസ് ഉണ്ടാകും. അതിനെടുത്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ മോട്ടറിൻ്റെ പവറിലാണ് ഈ ഉപ്പ് വെള്ളം വലിക്കുക. ഉപ്പ് വെള്ളം വലിച്ച ശേഷം മോട്ടർ ഒരു 5 മിനിറ്റ് ഓഫ് ചെയ്ത് വയ്ക്കുക. മോട്ടർ ഓഫ് ചെയ്തതിന് ശേഷം 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അതിൽ തന്നെ മൾട്ടിപോട്ട് വാൾവത്തിന് റിൻസ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ റിൻസ് ഓപ്ഷനിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ ഉപ്പ് വെള്ളം എല്ലാം പുറത്ത് റിമൂവായിട്ട് പോകും. നമ്മളത് നാക്കിൽ രുചിച്ച് നോക്കണം ഉപ്പ് വെള്ളം പോയോ എന്ന്. പോയി എന്ന് ഉറപ്പ് വരുത്തിയ ശേഷമാണ് നമ്മൾ സർവീസ് മോഡിൽ ഇടേണ്ടത് സോഫ്റ്റ്നറിന്. അതായത് ഇപ്പോൾ ചെയ്യണത് സോഫ്റ്റ്നറല്ല, ഇപ്പോൾ ചെയ്യണത് അയൺ റിമൂവറാണ്. അപ്പോൾ വാട്ടർ സോഫ്റ്റ്നർ ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതും പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ. അപ്പം നമ്മുടെ സൈറ്റിൽ കസ്റ്റമർ അടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഓരോ മെറ്റീരിയൽ ഫില്ല് ചെയ്യുമ്പോഴും അത് കാണിച്ചു കൊടുക്കണം. എന്തൊക്കെ മെറ്റീരിയൽ ഇടുന്നു, എത്ര റേഷ്യോയിലിടുന്നു കാണിച്ചു കൊടുക്കണം. അപ്പോൾ അത് എന്തായാലും അവർ അടുത്തുള്ളപ്പോൾ കാണിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ വെസൽ ഫിൽട്രേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ എത്ര മെറ്റീരിയൽ എത്ര റേഷ്യോയിലിടണം. ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യണത് ഓരോ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾക്കനുസരിച്ചിട്ടാണ്. അതായത് ഈ കിണർ വെള്ളത്തിനൊരു പ്രശ്നമായിരിക്കും, ബോർവെൽ വെള്ളത്തിനൊരു പ്രശ്നമായിരിക്കും, മലമ്പുഴ വെള്ളത്തിനൊരു പ്രശ്നമായിരിക്കും. ചില വെള്ളത്തിൽ ഈ അയണിൻ്റെ പ്രസൻസ് കൂടുതലായിരിക്കും, പിന്നെ ഹാർഡ്നെസ് ആയിരിക്കും കൂടുതൽ. ചില വെള്ളത്തിൽ ടർബിഡിറ്റി ഉണ്ടാകും കൂടുതൽ, pH കുറവായിരിക്കും, പിന്നെ കോളിഫോം ബാക്ടീരിയ എല്ലാം കൂടുതലായിരിക്കും. അപ്പോൾ ഈ അങ്ങനെയുള്ള വെള്ളങ്ങൾക്കൊക്കെ ഓരോ മെറ്റീരിയൽസ് മാറി കൂടിയും കുറഞ്ഞും കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത് കോഴ്സ് സാൻഡ് പറയുന്ന ഒരു മെറ്റീരിയലാണ് കോഴ്സ് സാൻഡ്. അതായത് അതിന് വെള്ളാരം കല്ലിൽ മെഷീനിൽ പൊടിച്ചിട്ട് വരുന്നതാണ് കോഴ്സ് സാൻഡ്. മെഷീനിൽ ഓരോ സൈസ് വൈസായിട്ട് പൊടിക്കുന്നതാണ്. 8mm, 4mm, പിന്നെ കോഴ്സ് സാൻഡ്,
ഫൈൻ സാൻഡ്, അങ്ങനെ ഒരു 4 ടൈപ്പ് സാൻഡ് മെറ്റീരിയലാണ്. സാൻഡ് മെറ്റീരിയൽ നമ്മൾ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾക്കനുസരിച്ചിട്ട് വേരിയേഷൻ വന്നുകൊണ്ടിരിക്കും. ക്വാണ്ടിറ്റിയിൽ വേരിയേഷൻ വന്നുകൊണ്ടിരിക്കും. പിന്നെ വെസൽ ഫിൽട്രേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഓരോ മെറ്റീരിയലും ഈ ക്വാളിറ്റിയൊക്കെ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ കസ്റ്റമർക്ക് റേറ്റ് പറയുന്നത്. റേറ്റ് പറയുമ്പോൾ ഓരോ വെള്ളത്തിനും പ്രശ്നങ്ങൾക്കനുസരിച്ചിട്ട് ഈ നമ്മുടെ മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ചെയ്യണമെങ്കിൽ നല്ല റേറ്റ് ചെയ്താലേ അത് വൃത്തിയാവുള്ളൂ. വർക്കും വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളും മാറുള്ളൂ. ചിലവർ ഈ റേറ്റ് ബാർഗിൻ ചെയ്തിട്ട് കമ്മിയാക്കും. അപ്പോൾ ഈ വർക്ക് എടുക്കുന്നവരെന്ത് ചെയ്യും, മെറ്റീരിയലിൻ്റെ ക്വാണ്ടിറ്റി കമ്മിയാക്കും. ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും എല്ലാം കമ്മിയാക്കും. ഇതിൽ തന്നെ 2-3 ടൈപ്പ് മെറ്റീരിയൽ ക്വാളിറ്റി കമ്മിയായ മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും ഈ ചീപ്പ് റേറ്റിന് ചെയ്ത് കൊടുക്കുന്നവർ. നമ്മളങ്ങനെ ചെയ്യാൻ നിൽക്കാറില്ല. ചെയ്യുമ്പോൾ നല്ല വൃത്തിയായിട്ട് ചെയ്യും. അതിനുള്ള റേറ്റ് വാങ്ങുള്ളൂ. ഈ ക്വാളിറ്റി മാക്സിമം എല്ലാവരും നല്ല ക്വാളിറ്റി തന്നെ ചെയ്യുക. അപ്പോഴേ അതിന് ഒരു റിസൾട്ട് ഉണ്ടാവുള്ളൂ വെള്ളത്തിന്. അപ്പോൾ നമ്മളിനി അടുത്തായിട്ട് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത് കോഴ്സ് സാൻഡ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഫൈൻ സാൻഡ് പറഞ്ഞ മെറ്റീരിയലാണ് ഫില്ല് ചെയ്യണത്. ഫില്ലിങ് കഴിഞ്ഞ ഉടനെ നമ്മൾ അതിൽ വാൾവിനെ ഘടിപ്പിക്കേണ്ടതുണ്ട്. വാൾവിനെ അതിന് പിടിപ്പിക്കണം. വാൾവ് പിടിപ്പിക്കുമ്പോഴേക്കും ആ റൈസർ ട്യൂബിൻ്റെ ഈ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് അത് കട്ട് ചെയ്തെടുത്ത്, എന്നിട്ട് ആ മൾട്ടിപോർട്ട് വാൾവിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഉണ്ട്. അതിൽ ടോപ്പ് സ്ട്രൈനർ പറയും. ആ ടോപ്പ് സ്ട്രൈനറിൽ റിങ്ങുകൾ കറക്റ്റായിട്ട് അലൈൻമെൻറ്റ് ചെയ്യണം. എന്നിട്ട് അലൈൻമെൻറ്റ് ചെയ്ത് അതിനെ ടഫ്ലോണൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് വാൾവിനെ റൈസർ ട്യൂബായിട്ട് പിടിപ്പിക്കണം. എന്നിട്ട് നല്ല ടൈറ്റൻ ചെയ്തിട്ട് ശേഷം അതിൽ യൂണിയൻ ഉണ്ടാവും. വാൾവിൽ ഒരു 3 യൂണിയൻ ഉണ്ടാവും. ഒന്ന് ഡ്രെയിൻ പൈപ്പിൻ്റെ യൂണിയനും, ഒന്ന് ഔട്ട്പുട്ടിൻ്റെ യൂണിയനും, ഒന്ന് ഇൻപുട്ടിൻ്റെ യൂണിയനും. അതിന് 3-നെയും ടഫ്ലോണൊക്കെ അടിച്ചിട്ട് പിടിപ്പിക്കണം വാൾവിൻ്റെ കൂടെ. ഇതിൻ്റെ യൂണിയൻ്റെ ഔട്ട്പുട്ടിലാണ് നമ്മുടെ PVC പൈപ്പ് പോയിട്ട് ഫിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ FTA ഇട്ടിട്ട് അതിന് ടൈറ്റ് ചെയ്ത് 3 സൈഡും നമ്മൾ FTA ഇട്ടിട്ട് ടൈറ്റ് ചെയ്യും. ഈ റൈസർ ട്യൂബ് കറക്റ്റായിട്ട് മെഷർമെൻ്റ് എടുത്ത് അതിനെ കട്ട് ചെയ്തെടുത്ത ശേഷമാണ് നമ്മൾ ഈ വാൾവ് ഫിക്സ് ചെയ്യുക. വാൾവ് ഫിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ കറക്റ്റ് ടഫ്ലോൺ അടിച്ചിട്ട് അതിൻ്റെ സിലിണ്ടറിൻ്റെ ത്രെഡും നമ്മുടെ വാൾവിൻ്റെ ത്രെഡും കൂടി കറക്റ്റായിട്ട് അതിന് ത്രെഡ് ജോയിൻ്റ് ആകണ ഒരു ഭാഗമുണ്ട്. അവിടെ വെച്ചിട്ട് കറക്റ്റായിട്ട് ടൈറ്റ് ആക്കുക. അല്ലാതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്രോസായിട്ട് കയറിപ്പോയിട്ട് നമ്മുടെ വാൾവ് കംപ്ലൈൻ്റ് ആകാൻ സാധ്യതയുണ്ട്. കൂടുതലും അങ്ങനെ കുറേ കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ക്രോസ് ത്രെഡ് പോയി കഴിഞ്ഞാൽ പിന്നെ ആ വാൾവ് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ വാൾവ് മാറ്റി തന്നെ വേണം. നല്ല റേറ്റ് ഉള്ളത് കൊണ്ട് വാൾവിന് നല്ല റേറ്റാണ്. അപ്പോൾ അത് മാറ്റുക എന്ന് പറയുമ്പോൾ ഭീമമായ ഒരു തുക വരുന്നതുകൊണ്ട് നമുക്കത് നല്ല നഷ്ടമാവും. ചെയ്യുമ്പോൾ സൂക്ഷിച്ച് വൃത്തിയായിട്ട് ചെയ്യുക. പിന്നെ അടുത്തത് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിലിണ്ടറിനെ കറക്റ്റ് പൊസിഷനിൽ വെക്കുക. എവിടെയാണ് നമുക്ക് യോജിക്കുന്നത് അവിടെ കൊണ്ടുവച്ചിട്ട് അതിനെ വാട്ടർ ലെവലിന് സെറ്റ് ചെയ്തെടുക്കാനുണ്ട്. വാട്ടർ ലെവലിന് സെറ്റ് ചെയ്ത് ക്ലിയറാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇൻലൈനും പൈപ്പുകൾ തമ്മിൽ ഒട്ടിക്കുകയാണ് അടുത്ത വർക്ക് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഈ യൂണിയനിൽ ടഫ്ലോൺ ഇടുമ്പോൾ ടഫ്ലോൺ ഇട്ട് കഴിഞ്ഞ് ശേഷം ലീക്ക് വരെ നല്ല ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ സോൾവെൻറ്റ് ഉപയോഗിച്ചിട്ട് അതിനെ ഒട്ടിച്ചെടുക്കണം. അതായത് നമ്മുടെ FTA-യും 1 ഇഞ്ച് FTA ആണ് വരിക. ഇൻലൈനും എല്ലാം 1 ഇഞ്ച് ആയതുകൊണ്ട് നമ്മൾ 1 ഇഞ്ച് ലൈനിൽ തന്നെയാണ് അത് 1 ഇഞ്ച് FTA-യിലാണ് കണക്ട് ചെയ്യണത്. മൾട്ടിപോർട്ട് വാൾവും 1 ഇഞ്ചിൻ്റെയാണ്. അപ്പോൾ 1 ഇഞ്ച് ലൈനിൽ ആ FTA കണക്ട് ചെയ്യുക. ഈ സോൾവെൻറ്റ് ഒട്ടിച്ച് അത് FTA ഒട്ടിച്ചെടുക്കുമ്പോൾ അതിൽ ലീക്ക് വരാൻ ചാൻസ് കുറവായിരിക്കും. സോൾവെൻറ്റ് ഉപയോഗിച്ചില്ലെങ്കിൽ ലീക്ക് വരും. അപ്പോൾ നമ്മൾ സോൾവെൻറ്റ് ഉപയോഗിച്ചിട്ടാണ് അതിന് കറക്റ്റായിട്ട് ഒട്ടിച്ചെടുക്കുക. സോൾവെൻറ്റ് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഈ വെസൽ ഇൻസ്റ്റാൾ ചെയ്യണത് വന്നിട്ട് മോട്ടറിൻ്റെ ലൈനിലാണ് ചെയ്യണത്, കയറിപ്പോണ ലൈനിൽ. അതായത് കസ്റ്റമറിൻ്റെ ആവശ്യം ടാങ്കിൽ ഈ മണ്ണും പൊടിയൊന്നും ഇല്ലാതിരിക്കണം, ചളി വരാതിരിക്കണം. അതായിരുന്നു ആവശ്യം ടാങ്കിൽ. അവർക്ക് ടാങ്ക് ഒരുപാട് മുകളിലാണ്. അപ്പോൾ അത് ഇറങ്ങി കഴുകാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഈ മോട്ടറിൻ്റെ ലൈൻ തന്നെ കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ചെയ്യണത് മോട്ടറിൻ്റെ ലൈൻ തന്നെയാണ് ചെയ്യണത്. പിന്നെ ഗ്രാവിറ്റിയിലും ചെയ്യുക. ഗ്രാവിറ്റിയിൽ ചെയ്യുമ്പോൾ ഇറങ്ങി വരുന്ന ലൈനിലാണ് ചെയ്യുക. ഇറങ്ങി വരുന്ന ലൈനിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വലിയ പൈപ്പ് ലൈനായിരിക്കും. 2 ഇഞ്ച്, 1.5 ഇഞ്ച്, 1.25 ഇഞ്ചൊക്കെ ആയിരിക്കും പൈപ്പുകൾ. അപ്പോൾ നമ്മളത് കയറിപ്പോകുമ്പോൾ ഈ ഫസ്റ്റ് ഫ്ലോറിലൊക്കെ 2-3 ടോയ്ലറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഇറങ്ങി വരുമ്പോൾ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഫ്ലോ കമ്മിയായിരിക്കും. അപ്പോൾ അവർക്ക് അവിടെയൊക്കെ ഈ പ്രഷർ പമ്പ് വെച്ച് ചെയ്യണ പോലെ ഉണ്ടാവും.
അതൊക്കെ അടുത്ത ഈ ഗ്രാവിറ്റി ചെയ്യണതൊക്കെ അടുത്ത വീഡിയോകളിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മളിത് ആദ്യമായിട്ട് ഒരു വീഡിയോ എടുത്തത് കൊണ്ട് വീഡിയോയ്ക്ക് ക്ലാരിറ്റിയും ഈ വോയിസ് റെക്കോർഡൊക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇനി വരുന്ന വീഡിയോയിൽ നല്ല ക്ലാരിറ്റി ആയിട്ട് ചെയ്യാൻ നോക്കാം, ശ്രമിക്കാം. വൃത്തിയായിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ ഇനി വരുന്ന വീഡിയോകളിൽ 2 സിലിണ്ടർ 3 സിലിണ്ടർ ഒക്കെ ചെയ്യണതെല്ലാം നമ്മൾ വീഡിയോ ആയിട്ട് നല്ല ക്ലാരിറ്റി തന്നെ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മെറ്റീരിയൽ ആദ്യം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പൊടിയും അഴുക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മൾ മെറ്റീരിയലിൻ്റെ പൊടിയും അഴുക്കുകളൊക്കെ അത് വാഷ് ചെയ്തിട്ട് വേണം നമുക്ക് ക്ലീൻ ആക്കാനുണ്ട്. അപ്പോൾ അതാണ് ഈ ക്ലീനിങ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ആ കറുത്ത അഴുക്ക് വെള്ളം അതെല്ലാം പുറത്ത് പോയി വെള്ളം ക്ലീൻ ആക്കിയിട്ട് വേണം നമ്മൾ സർവീസ് മോഡിലിടാൻ. സർവീസ് മോഡിലിട്ട് കഴിഞ്ഞാൽ വർക്ക് ഓക്കെയാണ്. ആ ഫ്ലോ ഒക്കെ ചെക്ക് ചെയ്യുക, അതാണ് അതിൻ്റെ അടുത്ത പരിപാടി.